അള്ളാഹു നിനക്ക് എന്തൊന്നാണോ വിധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തൃപ്തിപ്പെടണം. അള്ളാഹു ഇഷ്ടമാണ്. എന്നെ കൊണ്ട് അള്ളാഹു ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഈ മേഖലയിൽ ഇങ്ങനെയൊക്കെ ആകാൻ, അതുകൊണ്ട് തൃപ്തിയടയുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അലി ഇബ്നു അബീ താലിബ് കറമല്ലാഹു വജ്ഹഹു പറയാണ്, അത്തഖ്വ നോമ്പെന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖീങ്ങളാകാനാണ്. എന്താണ് ഈ തഖ്വ? അലിയാരെ തങ്ങൾ വിശദീകരിക്കുക റളിയല്ലാഹു അൻഹു. തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹ് എന്നൊരു ഭയം, അള്ളാഹിനെ പറ്റി നല്ല പ്രതീക്ഷ വേണം. അതോടൊപ്പം അള്ളാഹിനോട് ഞാൻ ഇങ്ങനെ ഉത്തരം പറയാം, അള്ളാഹിനെ ഞാൻ കണ്ടുമുട്ടേണ്ടി വരുമല്ലോ, എനിക്കൊരു ഹിസാബ് ഉണ്ടാവുമല്ലോ, അള്ളാഹിന്റെ മുമ്പിൽ ഞാൻ രക്ഷപ്പെടുമോ, അള്ളതൊക്കെ കാണില്ലേ, ഈ ഒരു ഖൗഫ്. സയ്യിദുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ കരയാണ്. കരഞ്ഞിട്ടത് പുറത്തേക്ക് കേൾക്കാൻ തുടങ്ങി. അവസാനം സമയം കുറച്ച് കഴിഞ്ഞ് ഡോറ് തുറന്ന് കടന്നു വന്നപ്പോ അഹ്മദ് അങ്ങോട്ട് ചോദിച്ചു, എന്തു പറ്റി, എന്തിനാണ് ഇങ്ങനെ കരഞ്ഞിരുന്നത്? അപ്പൊ പറഞ്ഞു, ഇന്ന് ഞാൻ 2 വരി കവിത കണ്ടു, അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഇദാ മാ ഖലൗത തഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. എവിടെ ഒറ്റക്കാണെങ്കിലും ഒറ്റക്കാന്ന് പറയരുതേ, നിന്റെ രക്ഷിതാവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാലോചിച്ച് ഇതിന്റെ ആഴങ്ങൾ ചിന്തിച്ച് ഞാൻ കരഞ്ഞു പോയതാണ്. മഹാരഥനായ ഹനഫി ഇമാം അബൂ ഹനീഫ ഇമാം ഇശാഅ് കഴിഞ്ഞിരുന്നതാണ്. ഇശാഅ് കഴിഞ്ഞ് സൊഫിലണ്ടിരുന്നതാണ്. പള്ളിയിൽ അവരോട് കൂടെയുള്ള ഖാദിമായിട്ടുള്ള ഉസ്താദ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി തഹജ്ജുദിന്റെ സമയത്ത് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് വന്നപ്പോഴും ഹനഫി തങ്ങൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. എപ്പോ തുടങ്ങി ഇരുത്താണ്? ഇശാഅ് കഴിഞ്ഞ് തുടങ്ങി ഇരുത്തം സുബ്ഹി വരെ. എന്തു പറ്റി ഉസ്താദേ ചോദിച്ചപ്പോ പറഞ്ഞു, ഇന്നലെ ഇശാഇന് ഓതിയ ആയത്തുണ്ടല്ലോ, അത് ആലോചിച്ച് തകർന്നുപോയി. ഇന്ന് നമ്മൾ സുബ്ഹിക്ക് ഓതില്ലേ, ഒരണുവിന്റെ അളവിൽ നന്മ ചെയ്താൽ അല്ലാഹ് കാണും. പിന്നെയോ ഒരാറ്റത്തിന്റെ കണക്ക് തെറ്റ് ചെയ്താൽ, ഒന്ന് എടങ്ങന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലും അല്ലാഹു കാണുമല്ലോ, അവന്റെ ഹിസാബിന് ഇതിനൊക്കെ ഉത്തരം നൽകണല്ലോ എന്ന് ആലോചിച്ചപ്പോ ഇരുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ഖൗഫ് നമുക്ക് വേണം. വൽ അമലു ബിത്തൻസീൽ, അടുത്തതോ തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് അമല് ചെയ്യാം. നമ്മുടെ ലോജിക്കിനും നമ്മുടെ യുക്തിക്കൊക്കെ പലതും തോന്നും, അതല്ല നമ്മുടെ ആദർശം. ഖുർആൻ എന്ത് പറഞ്ഞു, മുത്തു മുഹമ്മദ് മുസ്തഫ എന്ത് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ബിയോണ്ട് ദി ലോജിക്, നമ്മുടെ ലോജിക്കിന്റെ അപ്പുറത്താണ് പരിശുദ്ധമായ ഖുർആൻ. അതനുസരിച്ച് അമല് ചെയ്യാം. സൈക്കോളജി എന്ന് പറയും, മെഡിക്കൽ സയൻസ് എന്ന് പറയും, അതിനൊക്കെ തള്ളണം എന്നല്ല, പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് എവിഡൻസ് പരിശുദ്ധമായ ഖുർആനായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. എനിക്ക് ഇങ്ങനൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇവിടൊക്കെ എത്തിയല്ലോ, ഇത്രയൊക്കെ ആയല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴും മരണത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക, അതാണ് തഖ്വ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇടയ്ക്കിടെ പറയുന്ന ഒരു മനോഹരമായ വചനം. നിങ്ങൾ നോക്കണം, ഇലാമൻ അസ്ഫല മിൻകും, നിങ്ങളിൽ നിന്നുള്ള താഴെയുള്ളവരിലേക്ക്, നിങ്ങളെപ്പോലെ സൗകര്യമില്ലാത്ത, നിങ്ങളെപ്പോലെ വീടില്ലാത്ത, വാഹനമില്ലാത്ത, ബിസിനസ് ഇല്ലാത്ത, ജോലിയില്ലാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത താഴെയുള്ളവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. അവനക്ക് അങ്ങനെ ഉണ്ടല്ലോ,
അവനക്ക് ഇതും കൂടെ ഉണ്ടല്ലോ, അവന്റെ മക്കളൊക്കെ അങ്ങനെ ആയിട്ടുണ്ടല്ലോ, അവനക്ക് ഇതാണല്ലോ ജോലി. മുകളിലേക്ക് നോക്കേണ്ടതില്ല, താഴെയുള്ളവരിലേക്ക്, കീഴാളന്മാരിലേക്ക് നോക്കൂ. അതാണ് അല്ലാഹ് തന്ന നിഅ്മത്തിനെ നിങ്ങൾ ധിക്കരിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് താഴെയുള്ളവരിലേക്ക് നോക്കുക. ഇടക്ക് ആ പാലസ്തീനിന്റെ ചിത്രം അല്ലെ, ഇന്നലത്തെ അതോ മിനിയാമത്തെ പത്രത്തിൽ കണ്ടില്ലേ, ഫസ്റ്റ് പേജിൽ വലിയ ചെമ്പും പാത്രം എടുത്തിട്ട് കുട്ടികളിങ്ങനെ നിൽക്കുകയാണ് ഭക്ഷണത്തിന്. ഏതോ ഒരു വാഹനം വന്നതാണ്, വലിയ ചെമ്പ്. ആ ചെമ്പ് നിറയെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പാവങ്ങൾ, പൈതങ്ങൾ, ഒന്നുമില്ലാത്തവർ. അതൊക്കെ കാണുമ്പോ നമ്മളൊക്കെ അൽജന്ന സ്വർഗമാണ്. നല്ല നല്ല മക്കള്, അന്നം കിട്ടാതെ എത്രയോ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, ചികിത്സ കിട്ടാതെ. നമ്മുടെ പലസ്തീനിലെ യുദ്ധം തീർന്നു, പക്ഷേ അവിടുത്തെ ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവും ആരോട് പറയും? അവർക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഈജിപ്ത് അല്ലെ, ഈജിപ്ത് എന്ന് കേൾക്കുമ്പോ എന്ത് രസാണ്. വലിയ മുസ്ലിം പാരമ്പര്യമുള്ള പൈതൃകമുള്ള രാജ്യം. എന്താ അവിടുത്തെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ? എൻ്റെ ഒരു ഉസ്താദ് ഈ അടുത്ത് അവിടെ പോയപ്പോ, 2 വർഷം മുമ്പ് പോയപ്പോ, ഒരു നല്ല പൈങ്കിളി പോലുള്ള ഒരു കുഞ്ഞുമോൻ ഉസ്താദിന്റെ അടുക്കൽ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഹറാമായിട്ട് യൂസ് ചെയ്യാൻ വേണം അവരെ ലാംഗ്വേജിൽ. ഉസ്താദ് പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. മോനെ കൂട്ടിക്കൊണ്ടുപോയി, മോനോട് ചോദിച്ചു, അല്ല എന്താ ഇങ്ങനൊക്കെ ഹറാമല്ലേ, ഇതിന് ചോദിക്കാൻ പാടുണ്ടോ? ആ പൊന്നമോൻ പറയാണ്, ഉമ്മി, എന്റെ ഉമ്മന്നെ പറഞ്ഞയച്ചതാ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വകയില്ല. ഞാൻ ഈ തോന്നിവാസത്തിന് നിന്നെടുക്കുമ്പോ ആളുകൾ എനിക്ക് ചില കാശ് തരും, അത് കിട്ടിയിട്ട് വേണം എനിക്കും എൻ്റെ ഉമ്മാക്കും ഭക്ഷണം കഴിക്കാൻ. എവിടെ? അസ്ഹർ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്ന ഈജിപ്തിന്റെ ഗതിയാണ്. സ്വന്തം ഉമ്മ പറഞ്ഞേക്കാണ് അനാവശ്യത്തിന്, അനാവശ്യം മോൻ ചെയ്തിട്ട് കിട്ടണ കാശ് കൊണ്ടാണ് ഈജിപ്തില് എന്നത്തെയോ പുരാതന ചരിത്രമല്ല, വർത്തമാന ഈജിപ്തിന്റെ അവസ്ഥ അവിടെ ആലോചിച്ച് നോക്കി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇലാ അസ്ഫല മിൻകും. ഈജിപ്തിലേക്ക് നോക്കി, സിറിയയിലേക്ക് നോക്കി, പാലസ്തീനിലേക്ക് നോക്കി, അഫ്ഗാനിലേക്ക് നോക്കി. യൂറോപ്പ് മാത്രം കാണല്ലേ, നമ്മൾ എത്രയോ സൗകര്യത്തിലാണ്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, താഴെയുള്ളവരിലേക്ക് നോക്കുക. മുത്തനബി കൂട്ടാൻ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോക നേതാവാണ്, കൂട്ടാൻ എന്തെങ്കിലും ഒന്ന് 10 ഹുബസ് അവിടെ ഉണ്ട്, ഒന്ന് കുത്താൻ എന്തെങ്കിലും ഉണ്ടോ? കൊണ്ടുവരുന്നത് സ്വർഗ്ഗമാണ്. റസൂലുള്ളാഹിന്റെ ഒരു വാക്കുണ്ട്, ഫഇന്നൽ ഖല്ല നിഅമൽ ഉദും. ഓ സ്വർഗ്ഗം എന്ത് നല്ല കൂട്ടാനല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫയായപ്പോ ദരിദ്രനായ മഹാൻ തീരുമാനിച്ചു, അമവി കുടുംബക്കാരൊക്കെ ഭയങ്കര ആർഭാടവും രുചികരമായ ഭക്ഷണവും ആഗ്രഹിക്കുന്നതാണ്. ഈ അമവിയിൽപ്പെട്ട ആൾ തന്നെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. നമ്മൾ ഉണ്ട് സഖി ഒരു കുലമുന്തിരി, അതിലൊക്കെ കഥാപാത്രമാണ് ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി. അങ്ങനെ അമവി കുടുംബത്തിന് മുഴുവൻ വിളിച്ചു വരുത്തി. ഖലീഫ വിളിച്ചതാണല്ലോ, എല്ലാവരും വന്നു. സമയമായിട്ടും ഭക്ഷണം കൊടുത്തില്ല, നേരം വൈകി ഭക്ഷണം കൊടുത്തില്ല, ഒരുപാട് കാത്തു. അവരെന്നെ പറയാൻ തുടങ്ങി, ഇതാണ് ഇങ്ങനൊക്കെ നമ്മളോട് ചെയ്യണത്. അവസാനം ഇവരെന്ന് പറഞ്ഞ ആർഭാടത്ത് ജീവിക്കുന്ന ആളുകളാണ്. കുറെ വൈകിയ സമയത്ത് പൊഴുങ്ങിയ പയറാണ്ട് കൊടുത്തു, എല്ലാരും കൂടെ ഭാര്യയാണ് കഴിച്ചു. അപ്പോ ചിന്തിപ്പിക്കുകയാണ്, വിശന്ന് കഴിഞ്ഞാൽ ഈ പയറിനൊക്കെ നല്ല ചെണ്ടായിരിക്കും, നമുക്ക് അല്ലാഹു തന്ന നിഅമത്ത് അൽഹംദുലില്ലാഹ്. അൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. എപ്പോഴും താഴെയുള്ളവരിലേക്ക്, കുറഞ്ഞവരിലേക്ക്, നമ്മളെപ്പോലെ സുഖമില്ലാത്ത അയൽക്കാരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. മനസ്സിലാകും, ഇദാ മാ കുന്ത ലാ ഖൽബിൽ ഖനൂഇ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ. ഉള്ളതുകൊണ്ട് സായുജ്യമടയുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ നീയും ലോകരാജാവും സമമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മനസ്സ്,
അത് ഹംദിന്റെ മനസ്സാണ്, ശുക്രിന്റെ മനസ്സാണ്, നന്ദിയുടെ മനസ്സാണ്. ആ നന്ദിയുള്ളിടത്ത് നമ്മളിൽ വർധനവുണ്ടാകും. അല്ലാഹു അങ്ങനെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചവൻ അവന്റെ കനിവ് കൊണ്ടു ഇത് നമ്മുടെ അവസാനത്തെ റമളാനാക്കാതിരിക്കട്ടെ. ഇനി ഒരുപാട് റമളാൻ പടച്ചവൻ അവന്റെ ത്വാഅത്തിനായി നമുക്ക് നൽകട്ടെ. റമളാൻ തീരാണ്, നഷ്ടപ്പെടുത്തരുത്. ജമാഅത്ത് മുടങ്ങാതെ ഖുർആൻ ഓതി മൊബൈൽ ഫോൺ കൺട്രോൾ ചെയ്ത് അനാവശ്യങ്ങളിൽ നിന്ന് മാറി സംസാരം പോലും നിയന്ത്രിച്ച് ഇത് വിട പറയാണ്. ഒരു മഹോത്സവം, ആത്മീയ വസന്തം തീരാൻ പോവാണെന്ന ബോധത്തോടെ ഉപയോഗപ്പെടുത്തുക. വആഖിറു ദഅവതി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.